ഞാൻ അവിടെ വന്ന് സാറിന്റെ മമ്മിയോട് സോറി പറയാം. എന്താ നടന്നെന്ന് ഞാൻ മമ്മിയോട് എക്സ്പ്ലെയിൻ ചെയ്യാം. എടോ അതൊന്നും അല്ല. മമ്മി സോണിയെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്നറിയോ? ഞാനും സോണിയായിട്ടുള്ള കല്യാണക്കാര്യം തീരുമാനിക്കാനായിരുന്നു. സോണിയായിട്ടുള്ള കല്യാണോ? അത് എന്നിട്ട് മൊത്തം അതിങ്ങനെ സത്യത്തിലെ ഞാനും സാറും കൂടി ഓടിയതും ടെൻഷൻ അടിച്ചതൊക്കെ ആ ഫോട്ടോ വീട്ടുകാര് കണ്ടോന്നറിഞ്ഞുള്ള ടെൻഷനിലായിരുന്നു. ഭാഗ്യത്തിന് അത് കണ്ടില്ല. പകരം ഇപ്പൊ വേറെ സീനാണല്ലോ ഉണ്ടായത്. അതെന്തായാലും കൊള്ളാം, അടിപൊളി. അതിന് താനെന്തിനെത്ര ചിരിക്കാനുള്ളേ? അതെ, തന്റെ വീട്ടിൽ പറ്റിയത്ര മിസ്റ്റേക്ക് ഇവിടെ എന്റെ മമ്മിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും സാർ അവിടെയും ഫൂളായി ഇവിടെയും ഫൂളായി. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാലുവേ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത്. സാറ് ഇനി എവിടെയെങ്കിലും പോയി കെട്ടുന്നതായിരിക്കും സാറേ നല്ലത്. അധികം കളിയാക്കണ്ട കേട്ടോ. അയ്യോ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല, ഞാനൊരു സജഷൻ പറഞ്ഞതല്ലേ. ഒരാൾക്ക് ഒരേ സമയം രണ്ടിടത്ത് കല്യാണാലോചന നടത്തുന്നു. രണ്ട് വീട്ടിലും അത് കാര്യമായിട്ടങ്ങ് പുരോഗമിക്കുന്നു. ഞാൻ അതിന്റെ തമാശ ഓർത്തങ്ങ് ചിരിച്ചു പോയതാണേ. എന്നിട്ട് പറ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് ആരായാലും ഭഗവാൻ അവൾക്ക് വേണ്ടി കരുതി വെച്ച ആള് തന്നെയായിരിക്കും അത്. സുജാത പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. ഇത് സിദ്ധുവും സോണിയും തമ്മിലുള്ള ഒത്തുകളിയാ. രണ്ടുപേരുടെ ചിരിയും കളിയും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്തായാലും ഇവനെ ഇങ്ങനെ സന്തോഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാലവും ഇതിങ്ങനെ നിന്നാ മതി. ഇനി അവൻ തന്നെ ഒന്ന് പറയട്ടെ.
സിദ്ധുവിന്റെ ആ പെണ്ണിന്റെ കീരിയും പാമ്പും കളിയില്ലേ, അതവരുടെ പ്രേമനാടകത്തിനുള്ളൊരു മറ തന്നെയാണ്. തമ്മിൽ ഉടക്കിയായിരിക്കും തുടങ്ങിയത്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യം കാണുമ്പോ മുതൽ ഈ നായകനും നായികയും ഭയങ്കര പൊരിഞ്ഞടിയായിരിക്കും. പക്ഷെ ക്ലൈമാക്സിലെ 6-ാം തമ്പുരാനും ഉണ്ണിമായും കൂടെ അങ്ങ് ഒന്നാവും. ഇവിടെ പക്ഷെ സിദ്ധു അവളും ഒന്നാവരുത് ചേച്ചി. എങ്ങനെയെങ്കിലും അത് തടയണം. സിദ്ധുവത്ത് ജീവിക്കേണ്ടതേ ഞാനാ. ഇങ്ങ് വന്നേ. എന്താ ഈ സെക്രട്ടറി സോണിയുടെ റോൾ എന്താ? അവളവരുടെ ഹംസമല്ലേ, മീഡിയേറ്റർ. ഇന്ന് ഇവിടെ നടന്ന കല്യാണ നാടകത്തിലും സോണി ഇൻവോൾവ് ആയില്ലേ? താര ഒടുവിൽ പറഞ്ഞത് എന്താണെന്നറിയോ? സോണിയെ പറഞ്ഞു വിട്ടതിന് ശേഷം മമ്മിയുടെ മുന്നിൽ പോയി പരസ്യമായി അനൗൺസ് ചെയ്ത് എന്താണെന്നറിയോ? ഈ വരുന്ന ഡിസംബറിൽ സോണിയെ അങ്ങ് മിന്നു കിട്ടുമെന്ന്. ചേച്ചി കളിയാക്കി അവനങ്ങനെ പറഞ്ഞത്. ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഈ വീട്ടിൽ നിന്ന് സാങ്ഷ്യം വാങ്ങണം. എന്നിട്ട് സമയമാവുമ്പോ അത് സോണിയല്ല അപർണയാണെന്ന് വെളിപ്പെടുത്തണം. പിന്നെ ആരും എതിർക്കില്ലല്ലോ. രണ്ടുപേരും കൂടെ ആലോചിച്ചെടുത്ത തീരുമാനം അത്. കുരുട്ട് ബുദ്ധി. ചേച്ചി ഇന്നലെ പറഞ്ഞല്ലോ കൊട്ടേഷൻ കൊടുക്കും, എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊക്കെ. എന്നിട്ടിപ്പോ മിണ്ടാതിരിക്കാണോ? ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ കൈവിട്ട് പോവുക. നീ ആ ഫോണിങ് എടുക്ക. മുലഹന്നാനെ വിളിക്കാനാണോ? നീ ആ ഫോൺ എടുക്ക്. ഉലഹന്നാൻ വിചാരിച്ചാൽ അപർണയുടെ ഗാർഡിയൻ ആരാണെന്നും അവരുടെ ബിസിനസ് ആരാ നോക്കുന്നേന്നും ഒക്കെ അറിയാൻ പറ്റും. എന്തിനാ ചേച്ചി ബിസിനസ് നോക്കുന്നവരൊക്കെ വിളിക്കുന്നേ? ഇനി കൽത്തോട്ടക്കാരുമായിട്ട് ടൈപ്പ് പോയിട്ട് വീണ്ടും ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടാണോ? എടി, ഈ കൽത്തോട്ടത്തിലെന്ന് പറയുന്നതേ ഈ ബട്ടൺസും നൂലും ഒക്കെ വിൽക്കുന്ന ഒരു പഴയ കടയാ. അതിന്റെ നടത്തിപ്പുകാരൻ ആരാണെന്നും ഇപ്പൊ നമുക്കറിയണ്ടേ? അതവളുടെ തള്ളയാണോ അതോ വേറെ ബന്ധുക്കൾ വല്ലോ ആണോ? അങ്ങനെ ആർക്കാ ഉത്തരവാദിത്വം? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ഇവിടെ കെട്ടാനിരുന്നൊരു ചെറുക്കനുണ്ട്, കസിൻ. അവളെ ഇപ്പൊ വളർത്തുന്ന തള്ളയുടെ ഏക സന്തതി. അവനല്ലേ ഇവളെ കെട്ടുന്നതിന് മുമ്പ് ചത്തത്. ചത്തതാണോ കൊന്നതാണോ എന്ന് ആർക്കറിയാം ചേച്ചി? ഇതല്ലേ സാധനം. സിദ്ധുവിന്റെ കൂടെ കൂടാൻ വേണ്ടിട്ടേ അവൻ എങ്ങ് ഒഴിവാക്കിയതായിരിക്കും. അത് ശരിയാണല്ലോ. നീ ഇപ്പൊ പറഞ്ഞതേ വിടുവായത്തോ ആണേലും അതിലൊരു കാര്യമുണ്ട്. സിദ്ധുവിന്റെ കൂടെ കൂടാൻ അവളുടെ കസിനായവനെ ഒഴിവാക്കിയതാണെങ്കിലോ അവള്. ആയിരിക്കും ചേച്ചി. ഇനി അങ്ങനെ അല്ലെങ്കിലും അങ്ങനെ ആക്കി തീർക്കണം. ചേച്ചി ഉലഹനാനെന്ന് വിളിച്ചേ. ഒരു വഴി തുറന്ന് കിട്ടുകയാണ് മോളെ. ആ ഉലഹന്ന, അതെ ഞാൻ വിളിച്ചതേ സിത്താരെ, നിന്റെ കെട്ടിയോന്റെ സ്ഥലം റാന്നില്ലല്ലേ? റാന്നി കഴിഞ്ഞും പോണം. ശബരിമല റൂട്ടാ. അപ്പൊ വടശ്ശേരിക്കരയോ? അതിനടുത്താ. എന്താ ചേച്ചി? എനിക്ക് നിന്റെ കെട്ടിയോനെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്തോ ചേച്ചി? അവിടെ വടശ്ശേരിക്കരയിലെ ഒരു ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കാനാ. എന്നാ ഉത്തമൻ ചേട്ടനോട് വരാൻ പറയാം. ഓ, വരാനൊന്നും പറയണ്ട. ഉത്തമനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. ഉത്തമനെ എന്തിനാ ഇപ്പൊ വിളിപ്പിക്കുന്നത്? അത് വടശ്ശേരിക്കര ഒരു ഫാമിലിയുടെ കാര്യം അന്വേഷിക്കാൻ ചേച്ചി പറയുമായിരുന്നു. അത് ഉത്തമൻ അന്വേഷിക്കണ്ട, ഞങ്ങൾ അന്വേഷിച്ചോളാം. താര ചെന്ന് എല്ലാം ഒതുക്കി വെക്ക. അതെ, ഞാൻ ആ കൊച്ചിന്റെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ നടക്കുന്നത് 100% നാടകവാ. എനിക്ക് ഉറപ്പാ. ശരിയാ സുജാതെ, എനിക്കും അങ്ങനെ തോന്നുന്നേ. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഞാനിന്ന് സിദ്ധുവിന്റെ മുറി ചെന്നപ്പോഴേ സിദ്ധു ആ കൊച്ചിനെ വിളിച്ച് ചിരിയും ബഹളവും. സിദ്ധുവിനെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്തൊരു മാറ്റമാ. ഈശ്വര, ഇങ്ങനെയങ്ങ് പോയാ മതിയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടത്തി, വരുന്ന ക്രിസ്മസിന് മുമ്പ് അത് നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മടെ ചെക്കനെ വടശ്ശേരിക്കരക്കാര് മാമോദീസ മുക്കി അങ്ങ് കൊണ്ടുപോവാതെ നോക്കിക്കോണം. താരേ താരേ
ഞാൻ ആ സമയത്ത് കോടതിയിലായിരുന്നില്ലേ? അതെങ്ങനെയാ? ആ മജിസ്ട്രേറ്റിനോട് പറഞ്ഞ കേക്കണ്ടേ? എന്റെ മധുവേട്ട വന്നതും നിന്നതും പോയതും ഒക്കെ പെട്ടെന്നായിരുന്നില്ലേ? അതെന്താ നീ പറഞ്ഞതുപോലെ അവർ തമ്മിൽ ശരിക്കും കെട്ടിപ്പിടിച്ചോ? അത് മധുവേട്ടനൊന്ന് കാണണായിരുന്നു. അറിയാത്ത വീട്ടിലില്ലേ ഒറ്റ കെട്ടിപ്പിടുത്തം. അബദ്ധം പറ്റിയതാണെങ്കിൽ പെട്ടെന്ന് വിട്ടു മാറില്ലേ? രണ്ടുപേരുടെ മുഖത്ത് ചമ്മലുണ്ടാവില്ല. തീർച്ചയായും. ഇതൊന്നുമില്ല മധുവേട്ട, കൂടുതൽ കെട്ടിപ്പിടിക്കാനായിരുന്നു നോക്കിയത്. അയ്യോ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇത് ഫാഷൻകാരുടെ ആദ്യത്തെ കെട്ടിപ്പിടുത്തല്ല. അവളും അവളുടെ ബോസും തമ്മിൽ ലവ്വ. എന്തോ കുസൃതിയുടെ ഭാഗം അല്ലെങ്കിൽ ബെറ്റിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് അയാളൂടെ വന്നേക്കുന്നത്. അപ്പൊ പിന്നെ നമ്മുടെ വാസുദേവൻ നമ്പൂരിയുടെ കെയർ ഓഫിലുള്ള ചെറുക്കൻ എവിടെ പോയി? അവിടെ നിന്ന് പുറപ്പെട്ടവൻ ഇങ്ങ് എത്തിയില്ലല്ലോ. അതാണ്, അത് അതിലും വലിയ രസം. അവൻ ടൗണിലെത്തിയല്ലോ. അപ്പൊ അവൻ അത്യാവശ്യമായിട്ടൊരു ഫോൺ കോള് വന്നു. തിരുവനന്തപുരത്തോട്ട് വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് അവനങ്ങോട്ട് പോയി. നമ്മളത് അറിയണില്ലല്ലോ. തിരുവനന്തപുരം വഴി കന്യാകുമാരി പോട്ടെ. ഇനി ഫോൺ വിളിച്ചാൽ എടുക്കണ്ട, മനസ്സിലായോ? അല്ലെങ്കിൽ ആരെടുക്കുന്നു? കടുക്കനിട്ടവൻ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തിനാ കമ്മലിട്ടവൻ? എന്തായാലും അപ്പുവേ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, അവള് മിടുമിടുക്കിയ. സ്വയം പ്രഭേ, നമ്മൾ കണ്ട സ്വപ്നെ സത്യമാകാൻ പോവുക. സൊനാലി ബംഗ്ലാവിന്റെ പൂമുഖത്തെ ചാരുകസേരയിൽ മുതലാളിയായിട്ട് ഞാനും എന്റെ അടുത്ത് നീയുമിരിക്കുന്ന ദിവസം അതിവിദൂരമല്ല. ആ സത്യം, നീയ ഫോണെടുത്ത്. ആരാ? ആവോ, പരിചയമില്ലാത്ത നമ്പറാ. ഹലോ ഹലോ, കൊച്ചു കൽത്തോട്ടത്തിലെ മധുശങ്കർ അല്ലേ? അതെ. ആരാ വിളിക്കുന്നത്? ഞാനേ സൊണാലി ഫാബിന, മാനേജർ. ഓ, ഉലഹൻ ഞാൻ മാപ്പിള സാർ. അതെ അതെ, സൊനാലി ഫാബിന, ഉലഹൻ ഞാൻ മാപ്പിള സാർ. സ്പീക്കറിലിട്. സാറേ, താൻ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. ഞാനിപ്പോ വിളിച്ചതേ ആ, വളരെ അത്യാവശ്യമായിട്ട് ആ. നമുക്ക് തമ്മിലൊന്ന് കാണായിരുന്നു. ആ, ഞാൻ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങി വരട്ടോ? ഇപ്പൊ വേണ്ട, നാളെ മതി. ഞാനേ ഈ സൊനാലിയുടെ ഓഫീസിൽ വന്ന മതിയോ? ഓഫീസിൽ വരണ്ട, ബംഗ്ലാവിൽ വന്നാ മതി. മധുശങ്കർ കൊറേ നാളായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിക്കല്ലേ. നാളെ ഉച്ചയ്ക്ക് ശേഷം സൊണാലി ബംഗ്ലാവിൽ വന്നാ മതി. അപ്പോ എല്ലാവരും ഉണ്ടാവൂ അവിടെ? നമ്മുടെ സേതുപതി സാറൊക്കെ? വേണ്ടപ്പെട്ടവരെല്ലാരും ഉണ്ടാവും. ഓ, പിന്നെ സാറേ, എന്തെങ്കിലും വിശേഷം? ശേഷമുള്ളത് കൊണ്ടാണല്ലോ വിളിക്കുന്നത്. ഓ, അപ്പൊ ശരി, നാളെ കാണാം. ഓക്കേ. മധുവേട്ട, കല്യാണാലോചനയാണ്. അതായത് ചെറുക്കൻ ഇവിടെ വന്ന് ചുറ്റുപാടുകൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വീട്ടിൽ ചെന്ന് കൂടിയാലോചനകൾ നടത്തിയിട്ടുള്ള വിളിയാണ്. അവരുടെ ലെവൽ വെച്ച് മാനേജരെ കൊണ്ടേ വിളിക്കും. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു വിളി സൊനാലി ഇന്ന് തന്നെ വരുമോ? ഇല്ല, അതില്ല. പെൺകുട്ടിയുടെ അച്ഛന്റെ സ്ഥാനത്തുള്ള എന്നെ ഔപചാരികമായി ക്ഷണിച്ചിരിക്കുക. കുടുംബനാഥൻ ഞാനാണല്ലോ. നീ രാവിലെ ബാങ്കിൽ ചെന്ന് ലോക്കറിൽ നിന്ന് ആ 12 പവന്റെ മാലയും 2.5 പവന്റെ ബ്രേസ്ലെറ്റും എടുത്തണിഞ്ഞോണ്ട് വേണം ഞാൻ സൊനാലിയിലോട്ട് പോകാൻ. നമ്മൾ മോശക്കാരില്ലെന്ന് അവരൊന്ന് അറിയട്ട്. അതൊക്കെ നല്ലതാ, പക്ഷെ നാളെ ബാങ്ക് അവധിയാ. അയ്യോ, അല്ലെങ്കിൽ തന്നെ എന്തിനാ മധുവേട്ട പൊന്നും പണ്ടൊക്കെ? എന്റെ മധുവേട്ടൻ ചെന്നങ്ങ് നിന്നാ തന്നെ ഒരു പ്രൗഢിയല്ലേ? ആണ്. എന്തായാലും നാളെ കല്യാണം ഉറപ്പിച്ചിട്ടേ ഈ മധുശങ്കർ തിരിച്ചു വരും. എന്നിട്ട് മതി ആമിയോട് ഈ വിവരം പറയാൻ. നമുക്കൊരു മേൽക്കൈ ഇരിക്കട്ടെ. എന്നാലും മധുവേട്ട,
ഭാഗ്യദേവത ഓർക്കപ്പുറത്ത് കനിയണുണ്ടോ? അപ്പൊ മധുവേട്ടൻ ആ ചാരുകസേരയില് ഉമ്മറപ്പടിയിൽ ഇങ്ങനെ നീ കടുപ്പത്തിലൊരു ചായയുമായിട്ടോ എന്റെ മുമ്പിൽ. ആമി ആ വന്നു വന്നു. ആമി, ചായ റെഡി. എനിക്ക് ചായ അല്ലല്ലോ, ഗ്രീൻ ടീ അല്ലേ? ഷോ ഇതേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജിഞ്ചർ ഇട്ട ചായ. കുടിച്ചോ. അതൊക്കെ. ഇത് ആ, എനിക്കുള്ളതാ. വന്നു. എടി, അത് ഫസ്റ്റ് എന്നല്ലേ? അതെന്താ, ഞാൻ ലേഡി അല്ലേ? ആ, സ്വഭാവം ആണിന്റെ ആണല്ലോ, വിളിപ്പേരും ആണിന്റെ തന്നെയല്ലേ? ദേ, പെണ്ണെ, അയ്യോ, വഴക്കിടണ്ട, വഴക്കിടണ്ട. കൂടുന്നുണ്ട്. പോടി. രണ്ടുപേർക്കുണ്ട്. വാ, 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 വാ. ദേ, ഇത് കുടിച്ചോ, ഇത് കുടിച്ചോ. താങ്ക് യു. മോളെ, എന്താ അമ്മി? അതെ നിനക്ക് ഇന്ന് നേരത്തെ പോണോ ഓഫീസില്? വേണ്ട, എനിക്ക് 9 മണിയാകുമ്പോ ഇറങ്ങിയാ മതി. സമയമുണ്ടെങ്കിലേ എനിക്ക് നിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ഒരു ചെറിയൊരു ആഗ്രഹം. 2-3 ദിവസമായിട്ടെ ഒരു സാധനം കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നുന്നു. എന്ത് സാധനോ? ഒരു ഫ്രൂട്ട്സ് കസ്റ്റാർഡ്. നീ അതിൽ എക്സ്പേർട്ട് അല്ലേ? ആ, ഉണ്ടാക്കി തരൂ. അത്ര കൊതിയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം. ശരി, ദേ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് ഈ അപ്പുഷെഫ് എനിക്ക് ഉണ്ടാക്കി തരൂ. ഓക്കെ, എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ. ഐ ആം വെയിറ്റിംഗ്. ഒന്ന് പോടി, ആഹാ, ഞാനിപ്പോ ഉണ്ടാക്കാം. എന്തിവിടെ ഉള്ളൊരു കാര്യം കാണുന്നില്ലല്ലോ. അവരൊക്കെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഉണ്ടാക്കുക. ഫ്രൂട്ട് കസ്റ്റാർഡോ? ആ, ഈ കൊച്ചുളുപ്പം കാലത്തോ? എന്തോത്തിന്? ആമീ, ആ വാ, നല്ല ജിഞ്ചർ ടീ തരാം. വാ. എന്താണ് രാവിലെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഒക്കെ ആയിട്ട്? ആമിക്ക് ഒരു കസ്റ്റാർഡ് കഴിക്കണം ഒരു ആഗ്രഹം, അതാ. ആ, എന്താ ആമിക്ക് അങ്ങനെ ഒരു പ്രത്യേക ആഗ്രഹം? ആ എനിക്കെന്തോ ഭയങ്കരമായിട്ട് കസ്റ്റാർഡ് കഴിക്കാൻ തോന്നുന്നു. മോൾ ഇന്നലെ ഉറങ്ങിയില്ലായിരുന്നോ? രാത്രി മുഴുവൻ റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാ. അയ്യോ, ഞാൻ വിചാരിച്ച ആരോടോ ഫോണിൽ സംസാരിക്കുവാന്ന്. ഞാനതിനങ്ങനെ രാത്രി ആരോട് സംസാരിക്കാറില്ലല്ലോ. അല്ല, എന്നാലും ഇങ്ങോട്ട് ഫോൺ വരാല്ലോ. ഓ അല്ല, കുഞ്ഞമ്മയുടെ റൂമിലും രാത്രി ഒരുപാട് സമയം ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ.